ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ള ഒരു പുതിയ പ്ലാനുമായിട്ടാണ്. അതായത് ഒരു പുതിയ മോക്കപ്പ് ടെസ്റ്റിൻ്റെ സീരീസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ആനുകാലികം ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന ഒരു 900 ക്വസ്റ്റ്യൻസ് നമ്മൾ 30 വീഡിയോസിൽ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും 10 സെക്കൻഡ് വീതമാണ് സമയം കൊടുത്തിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഞാൻ വായിക്കാം കേട്ടോ. പിന്നെ നമുക്ക് 30 ദിവസം കിട്ടുന്നില്ല ശരിക്കും എക്സാമിന് മുമ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ ചില ദിവസങ്ങളിൽ 2 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 28 ദിവസത്തിനുള്ളിൽ നമുക്ക് പോർഷൻസ് മുഴുവനും കവർ ചെയ്യാം. 30 വീഡിയോസ് നമുക്ക് കവർ ചെയ്യാം. ജാനുവരി തൊട്ട് ഒക്ടോബർ മാസം വരെയുള്ള ആനുകാലികത്തിൻ്റെ വീഡിയോസ് ഓരോ മാസം ഓരോ മന്ത് വൈസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണേണ്ട ആൾക്കാർക്ക് അതിൻ്റെ വീഡിയോസ് ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ സമയമൊന്നും കളയേണ്ട, നമുക്ക് നമ്മുടെ മോക്കപ്പ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. 2019 സമാധാന നോബൽ നേടിയതാര്? ഉത്തരം അബി അഹമ്മദ് ആണ് കേട്ടോ. അബി അഹമ്മദ്. സെക്കൻഡ് വൺ നോക്കാം. 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത ആരാണ്? ഉത്തരം ജിൻസി ഫിലിപ്പ് ആണ് കേട്ടോ. ജിൻസി ഫിലിപ്പ്. 49ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? ആൻസർ നിമിഷ സജയനാണ്. 50ാമത്തെ ആണ് കനി കുസൃതി. ഫോർത്ത് ക്വസ്റ്റ്യൻ. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ മണിക ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ടേബിൾ ടെന്നീസ് ആണ്. താഴെ പറഞ്ഞിരിക്കുന്നവരിൽ 2020 ഭൗതികശാസ്ത്ര നൊബേൽ ലഭിക്കാത്ത വ്യക്തി ആരാണ്? ആൻഡ്രിയ ഗേസ്, ചാൾസ് റൈസ്, റെയിൻഗാർഡ് ജെൻസൽ, റോജർ പെൻറോസ്. ഉത്തരം ചാൾസ് റൈസ് ആണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന നേടിയ ആദ്യ ക്രിക്കറ്റ് താരമാരാണ്? ഉത്തരം സച്ചിൻ ആണ് കേട്ടോ. 2019 മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം ലിജോ ജോസ് പല്ലിശ്ശേരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അർജുന അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? ഉത്തരം 1961 ആണ്. ദീപ്തി ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ് ആണ്. 2020 സാഹിത്യ നൊബേൽ നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ലൂയിസ് ഗ്ലക്ക് ആണ്. എത്രാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് 2019 നൽകിയത്? ഉത്തരം 50. 2019 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ ആരാണ്? ഉത്തരം അഭിജിത്ത് ബാനർജി ആണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന്റെ സമ്മാന തുക എത്രയാണ്? ഉത്തരം 25 ലക്ഷം രൂപയാണ്. 2019 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഏത് ചിത്രത്തിനാണ്? ഉത്തരം വാസന്തി.
താഴെ പറയുന്നവരിൽ ആർക്കാണ് 2019 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചത്? സുരാജ് വെഞ്ഞാറുമൂട്, സൗബിൻ ഷാഹിർ, ഇന്ദ്രൻസ്, നിവിൻ പോളി. ഉത്തരം നിവിൻ പോളി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 2020 ജൂലൈ 29 2019 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ഉത്തരം വിമൽ കുമാർ. 2018-19 സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് ഒന്നാമതെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഉത്തരം നെടുമങ്ങാട്. 2020 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ്? ഉത്തരം എന്താണ്? പാരസൈറ്റ്. 2020 പത്മവിഭൂഷൺ നേടിയ കായിക താരം ആരാണ്? ഉത്തരം മേരി കോം. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പറഞ്ഞ 5 അംഗ ബെഞ്ചിന്റെ തലവൻ ആരാണ്? ഉത്തരം രഞ്ജൻ ഗൊഗോയാണ്. സ്വച്ഛ് സർവേക്ഷൺ 2020 പ്രകാരം ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? ഉത്തരം ഇൻഡോർ ആണ്. നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം രമേശ് പൊഖ്രിയാൽ നിശാങ്ക് ആണ്. 2019 രാജീവ് ഗാന്ധി ഖേൽ രത്ന നേടിയത് ആരാണ്? ആൻസർ ദീപ മാലിക് ആണ്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ പേരെന്താണ്? വിദ്യാഭ്യാസ മന്ത്രാലയം. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 2018-19 സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? ഉത്തരം എന്താണ്? തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? ഉത്തരം 2020 സെപ്റ്റംബർ 27 2020 പത്മഭൂഷൺ പുരസ്കാരം മരണാനന്തരം നേടിയ മലയാളി ആരാണ്? ഉത്തരം NR മാധവമേനോൻ. 92ാമത്തെ ഓസ്കാറിലേക്ക് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത സിനിമ ഏതാണ്? ആൻസർ എന്താണ്? ഗള്ളി ബോയ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ്? ആൻസർ നർത്തകി നടരാജ്.
നമ്മുടെ മോക്കപ്പ് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്സ് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക കേട്ടോ. ഈ ഓരോ ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും, നമ്മൾ പലതും മറന്നു പോയോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ മാക്സിമം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം നമ്മൾക്ക് അസുഖങ്ങളൊന്നും വരുത്താണ്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.